നമസ്കാരം. അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഒരു മെയിൻ വാർത്തയാണ്. ഇപ്പോൾ വളരെ വൈറലായിട്ടും വളരെ ചർച്ചയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുനമ്പത്തെ പ്രശ്നങ്ങളും വഖഫ് ബോർഡ് ഇവിടെ എടുക്കുന്ന ജനദ്രോഹ നയങ്ങളും അല്ലേ. കോടതിയിലും പിന്നെ കേസും കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലും കേരള സർക്കാരിൻ്റെ ഇതിലൊക്കെ ഒരുപാട് പരാതികളും വിമർശനങ്ങളും പോയി കഴിഞ്ഞിരിക്കുന്ന ഒറ്റ വാക്കാണ് വഖഫ് ബോർഡ് നിയമം എന്ന് പറയുന്നത്. ഇത്രയും കൂടുതൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ബ്രിട്ടാസ് എന്ന് പറഞ്ഞ പൊട്ടൻ, അവനെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരിടത്തും ജയിച്ചോ വോട്ട് കൊടുത്തോ പോയി അവിടെ ഇരിക്കുന്നതല്ല. പിണറായിയുടെ ഒരു പിച്ച ആയിട്ട് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതാണ്. നേരത്തെ ബോധമില്ല, ഇപ്പം തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. എന്തൊക്കെയോ കിടന്ന് വിളമ്പുന്നു. ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര നോളജുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും എഴുതി വയ്ക്കാതെ രണ്ട് വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല. കൊച്ചുകുട്ടികൾ നേഴ്സറി ക്ലാസ്സുകളിൽ ABCD പറഞ്ഞ് പഠിക്കുന്നത് പോലെ ഇവൻ്റെ ഇംഗ്ലീഷും കേട്ടുകൊണ്ട് ഇവൻ്റെ ഡയലോഗ് ആദ്യം നമുക്ക് കേൾക്കണം. കേട്ടല്ലേ പറ്റൂ. That is the culture of Kerala. So let me say, see the biggest aberration of this bill, which everybody has said. I don't want to say, sir. Sir, Waqf Council or Waqf boards, you take anything. See, at a stroke, they have made it a non-Muslim administrative body. Non-Muslim. If you take 23 members of the Waqf Council, even 13 members can be non-Muslims. I will prove to you. Let me tell you, Rijuji, what was the intention? If your intention was to strengthen the Waqf board is a statutory body. Even CAG audit is applicable to it. All these mutawallis, some of the mutawallis were indulging in unfair practices. Even the power to control unfair practices of these mutawallis, you have. ഓക്കെ, കേട്ടല്ലോ. ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു CPIൻ്റെ ഒരു പൊട്ടൻ അവിടെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ലേ? എന്ത് വിഡ്ഢിത്തനമാണ് വിളമ്പുന്നത്? അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഇവരെ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്കുള്ളത്? ഒന്ന് മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വെറും എന്തെന്ന് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഈ വഖഫ് നിയമങ്ങളെ ഇവരെ ഈ ഒരു വിഭാഗക്കാർക്ക് തീറെഴുതും പോലെ ഇന്ത്യയെ തീറെഴുതി കൊടുത്ത വ്യക്തികളാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറ്റകൾ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഈ എന്താണ് ഉപയോഗം? ഒരു മണ്ടൻ പപ്പുവിനെ പോലെ കൊച്ചുകുട്ടികളെ നേഴ്സറിയിൽ കളിക്കുന്ന കളിയും പൊട്ടത്തനും മാത്രം വിളമ്പിക്കൊണ്ട് ഒരു സഹോദരിയും സഹോദരനും കൂടെ കിടന്ന് കാർട്ടൂൺ കളിയാണ് അവിടെ ജോലി. ഒന്ന്. പിന്നെ സോണിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിരിച്ചറിവ് പണ്ടേയില്ല. രാജ്യദ്രോഹം ജനദ്രോഹങ്ങളല്ലാതെ ഇവരെന്ത് കോപ്പാണ് ചെയ്യുന്നത്? മുനമ്പത്ത് കുറേ ആൾക്കാരെ, കുറച്ച് കുടുംബക്കാരെ അടിച്ചിറക്കണോ? അത് സുപ്രീം കോടതി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേട്ടു ഒരു ഉസ്താദ് പറയുകയാണ്, സുപ്രീം കോടതി ഇരിക്കുന്ന മണ്ണും വഖഫിനുള്ളതാണ്. ഉസ്താദേ, ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ താങ്കളോട്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇത് പാകിസ്ഥാനോ ഗൾഫ് രാജ്യമോ അല്ല. ഇത് ഇന്ത്യ മഹാരാജ്യം. നിങ്ങൾക്ക് ഇവിടെ ഒരു കോപ്പുമില്ല. നിങ്ങൾ വന്നു കയറിയവരാണ് ഇവിടെ നിങ്ങൾ ജനിച്ചു വളർന്നവരല്ല. നിങ്ങൾക്കൊരു പുല്ലുമില്ല. പിന്നെ നിങ്ങൾ വോട്ടിന് വേണ്ടിയും തീവ്രവാദം വളർത്താൻ വേണ്ടിയും ഈ ഇടതും വലതും കൂടെ നിങ്ങളെ എടുത്ത് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നതേ വോട്ടിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പലതും തീരെഴുതി തരും. അത് അവൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ മഹാരാജ്യത്തിലുള്ള ജനങ്ങൾക്ക് അവകാശവും അധികാരപ്പെട്ട വസ്തുക്കൾ വഖഫ് എന്നും പറഞ്ഞ് വന്നങ്ങ് വെട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ ഒരു വാറ് മാച്ച് വലിക്കേണ്ടി വരും. ഇത് ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാർ, RSS ഇന്ത്യ ഭരിക്കുന്നത്. അവിടെ ജാതി മത രാഷ്ട്രീയ വിഭാഗീയത ഒന്നും തന്നെ ഇല്ലാതെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം ജനങ്ങൾക്ക് കൊടുക്കും. ഇതിനൊരു മറുപടി ബ്രിട്ടാസിനെ എടുത്തിട്ട് വലിച്ച് കീറി എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ സ്റ്റൈലിൽ തന്നെ കമ്മീഷൻ മോണെ തന്നെ സുരേഷ് ഗോപി നല്ല വെട്ടിപ്പായിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കാണാതെ നേട്ടാ. അല്ലാതെ പകർത്ത് ബുക്കിൽ എഴുതി വെച്ച് ABCD Z വരെ എഴുതി വെച്ചിട്ട് അതിൽ നോക്കി മറ്റേ മണ്ടത്തനം വിളിച്ച് പറയുന്ന റഹീം എന്ന് പറഞ്ഞ MBA പോലെ അല്ല. ദ ഡോ നോട്ട് ആൻഡ് എലിഫൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു തരം കൂത്തറ ഇംഗ്ലീഷ് അല്ല കേട്ടോ. പക്ക നോളജുള്ള വ്യവനമുള്ള കഴിവുള്ള നല്ല തൃശ്ശൂരുകാരെ അങ്ങോട്ട് എടുത്ത് കേന്ദ്രത്തിന് സമ്മാനിച്ച ഒരു MP സുരേഷ് ഗോപി. അതിന് ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ പൊട്ടന് കൊടുക്കുന്ന മറുപടി നമുക്ക് കേൾക്കാം.
Mr. I am going to Prakash, allow. Who are you? Mr. Please sit down. Prakash, Please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts, T.P. Chandrasekharan? Left, right, left! Left, right, left! Please sit down. Please. Not. Through I will you, not allow sir. you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, അപ്പോൾ കേട്ടല്ലോ, ജനദ്രോഹ നയങ്ങൾക്ക് എതിരെയാണോ ജനങ്ങളെ ദ്രോഹിക്കാനാണോ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ക്രൈസ്തവരുൾപ്പെടെ വോട്ട് ചെയ്ത് MP ആക്കി അവിടെ കൊടുത്തിരിക്കുന്നത്? ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇരട്ടത്താപ്പ് മനസ്സിലായോ? വോട്ടിന് വേണ്ടി ഒരു വിഭാഗക്കാരെ, മൊത്തത്തിൽ ഒരു വിഭാഗക്കാരെ ചേർത്തിട്ടില്ല. കാരണം വടക്കേന്ത്യയിലും പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ ഒന്നായിട്ട് നിന്നുകൊണ്ട് പിന്തുണയ്ക്കുകയാണ് മോദി സർക്കാരിനെ. കാരണം ഇതിൽ 100%, 50% സ്ഥലം ക്രിസ്ത്യൻസിനോ മറ്റ് വിഭാഗക്കാർക്കോ പോയെങ്കിൽ അതിൽ 30% മുസ്ലിങ്ങളുടെ വസ്തു വരെ വഖഫ് ബോർഡ് ജപ്തി ചെയ്തേക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങൾ ഇരിക്കുന്നതൊക്കെ പൊളിച്ചു മാറ്റി വഖഫ് ബോർഡിന് അവൻ്റെ അച്ഛൻ തീറെഴുതി കൊടുത്തെന്നാണ് വന്നിരുന്ന് പറയണത്. അവൻ്റെ അച്ഛൻ തീറെഴുതി കൊടുക്കുന്നത് ഇവിടെയാണ്, പാകിസ്ഥാനിലാണ്. ഇന്ത്യ തീറെഴുതി കൊടുത്തിട്ട് ഇന്ത്യ ഭരിക്കുന്ന ആണത്തമുള്ള ആൾക്കാരാണ്. അതുപോലെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ഹിന്ദു രാഷ്ട്രം കൂടെയാണ്. ഇവിടെ കളിക്കേണ്ട മോനെ ഉസ്താദേ, കേട്ടോ. ഇനി ചിലർ പറയുന്നു കേസിനും ഒരു കുഴപ്പമില്ല. കേന്ദ്ര സർക്കാർ ശക്തമായി എടുക്കുന്ന തീരുമാനങ്ങൾ അത് പിന്നെ രാഷ്ട്രപതി ഒപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഹൈക്കോടതിക്ക് തോന്നും പോലെ ഓരോ നിയമങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഹൈക്കോടതിക്ക് നിയമവ്യവസ്ഥയിൽ അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ വഖഫ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്ന ഇന്ത്യയിലാണ്. സുപ്രീം കോടതിയിലാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. അതേ സുപ്രീം കോടതി നിങ്ങളുടെ കാലിൻ്റെ അടിയിലെന്നാണ് നിങ്ങൾ പറയുന്ന മണ്ടന്മാർ. ഈ വഖഫ് ബോർഡ് എല്ലാം പോയി. ഇനി പല നിയമങ്ങളും ഇവിടെ വരുത്തും. നിനക്കൊക്കെ തീറെഴുതി തന്ന് വോട്ട് ബാങ്കിന് വേണ്ടി കള്ളത്തനവും ചെറ്റത്തനവും കാണിക്കുന്ന ഇടതും വലതുമായ ചില തന്തയില്ലായ്മ കാണിക്കുന്ന വ്യക്തികളല്ല RSS. ഇന്ത്യ ഭരിക്കുന്നതേ RSSകാരനാണ്. അവിടെ ഒരു തോന്നിയ മാസം നടക്കൂല. അല്ലാതെ പപ്പുമോൻ്റെ അമ്മയും മറ്റേ പ്രിയങ്കയും കൂടെ വന്ന് മറ്റേ അതല്ല. ആ മണ്ടൻ ഒന്നും അറിഞ്ഞുകൂടാ. ഇനി എന്നെങ്കിലും ഒരു ദിവസം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കും എന്ന് പറഞ്ഞ് മണ്ടത്തനം കാണിച്ച് വിവരമില്ലായ്മയും പറഞ്ഞ് പല തന്തയ്ക്ക് പിറന്ന സ്വഭാവം, ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനി, ഒരു സ്ഥലത്ത് മുസ്ലിം, ഒരു സ്ഥലത്ത് വേറെ അങ്ങനെ നടക്കുന്ന ഈ മണ്ടൻ ഒരു വാറ് മാച്ച് വലിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാലത്തും പ്രധാനമന്ത്രി എന്നല്ല അവനൊരു പുല്ലുമാവാൻ പറ്റില്ല. പിന്നെ വയനാട്ടിൽ ജനിച്ചത് എന്തുകൊണ്ടാണെന്നറിയാം. വയനാട്ടിൽ പ്രത്യേകിച്ച് ആൾക്കാർ ഒരൊറ്റ വിഭാഗക്കാരേ ഉള്ളൂ, കൂടുതൽ അവരെ കൊടുക്കുള്ളൂ. വേറെ ഒരു വകുപ്പുമില്ല. പിന്നെ കേരളത്തിൽ BJP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തെ വളർത്താതിരിക്കാൻ ഇളതും വലതും കൂടെ. കാരണം BJP ഒരേ ഒരു തവണ പിടിച്ചാൽ പിന്നെ ഇല്ല, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് മച്ചാനായി ഡബിൾ ഗെയിം എന്നുള്ളത് ഒറ്റ ഗെയിമിൽ നിന്നുകൊണ്ട് ഒറ്റ വേയിൽ കൂടെ സഞ്ചരിക്കും. എല്ലാ പേർക്കും അറിയാം. അല്ലാതെ ഒരു മണ്ണാങ്കട്ടയുമില്ല. വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ ലോകത്ത് തന്നെ ശക്തിയാർന്ന ഒരു സംഘടനയാണ് RSS. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. അങ്ങനെ തോന്നും പോലെ വന്ന് ഇവിടെ അങ്ങ് തള്ളി വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മണ്ണാങ്കട്ടയും നടക്കൂല. പിന്നെ ഞാൻ ജനങ്ങളോട് പറയുന്നത് എന്തെന്നറിയോ, ഇനിയെങ്കിലും ജാതി മത രാഷ്ട്രീയം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ജനിച്ചു വീണ ഈ മണ്ണ് കയ്യിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യുവമാർ നാളെ നിൻ്റെ വീട്ടിലും വന്നിട്ട് പറയും ഇത് വഖഫാണെന്ന്. ഇത് രാഷ്ട്രീയ വോട്ടിന് വേണ്ടി പല മണ്ടന്മാർ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പം യുവമാർ ജയിച്ചു പോകുന്നത് വർഗീയ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. നല്ല മുസ്ലിംസും ഉണ്ട്.
ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഇസ്ലാമിക മുസ്ലിങ്ങളുണ്ട്. RSSന് വോട്ട് ചെയ്ത ഒത്തിരി മുസ്ലിംസ് ഉണ്ട്. അവരെയല്ല പറയുന്നത് ഇതുപോലെ തീവ്രവാദം വളർത്തി ഇന്ത്യയെ ഒനിക്കി പിടിക്കണം. 2050 ഞാൻ ഭരിക്കും, നമ്മൾ ഭരിക്കും, ഇവിടെ മൗലവി വന്ന് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ ചില ഊളന്മാർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ തന്നത്. പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. അതുവരെ